എന്റെ അമ്മേ. മുതലാളി ഞാനിടപെടണ നക്ക നക്ക. ഓ നമ്മൾ കമ്മത്മാർ സ്ത്രീകളെ വളരെ അധികം ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മളുടെ അണിയനെ അൽബലാദി എന്ന് വിളിച്ച നാക്കെ നമ്മൾ അറിഞ്ഞ് 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 സാമ്പാറിലിടാൻ കൊടുക്കും. ഭീഷണിപ്പെടുത്താണോ? വെറുതെ അല്ലടോ തന്നെ ഭാര്യ ഡിവോഴ്സ് വാങ്ങി സ്ഥലം വിട്ടത്. തനിക്ക് അസൂയാണ്, കുസുമ്പ്. നേരത്തിന് കല്യാണം കഴിക്കാത്തതിലുള്ള വിമ്മിഷ്ടമാണ്. മര്യാദയ്ക്ക് സംസാരിക്കണം. തനിക്ക് എന്ത് മര്യാദ? ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം. നമ്മളുടെ അണിയൻ ഇവൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവളെ കെട്ടിയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കും. താൻ നോക്കിക്കോ. അതൊരിക്കലും നടക്കാൻ പോണില്ല. ഒരിക്കലും നടക്കില്ല. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ നടക്കും, 30 ദിവസത്തിനുള്ളിൽ നടക്കും. നമ്മൾ നടത്തും. പറട്ടെ മുനിസിപ്പാലിറ്റി മാഡം. അണ്ണു എന്താണ് മണ്ടത്തരമാണ് ഈ പറയാൻ കൊടുക്കുന്നത്? ഇപ്പൊ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വേറെ 30 ദിവസം കൊണ്ട് കല്യാണം കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ? നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ പറ്റി വളരെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ നമ്മളുടെ നിയന്ത്രണം പോയി. താൻ നമ്മളെ തോൽപ്പിക്കാൻ കൊടുക്കരുത്. തന്റെ കയ്യിലാണ് ഇപ്പോൾ നമ്മളുടെ അഭിമാനം. നമ്മളുടെ കയ്യിലോ? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? താൻ അവളെ പ്രേമിക്കാൻ കൊടുക്കണം. അന്നു നമ്മൾ അവളെ കണ്ടപ്പോൾ മുതൽ പ്രേമിക്കാൻ കൊടുത്തോണ്ടിരിക്കല്ലേ. ബൈക്കിൽ മാള പൊട്ടിക്കാൻ പറഞ്ഞ കള്ളന്മാർ പോലെയല്ല പ്രേമിക്കാൻ കൊടുക്കണം. അത് ശരി. ഒരാൾ പിന്നാലെ വരുമ്പോൾ മുന്നാലെ പോണെ പെൺകുട്ടിക്ക് മനസ്സിൽ പതുക്കെ പതുക്കെ പ്രണയം വിടണം. അതെങ്ങനെ മുതലാളി? അത് താൻ അറിയണ്ട. താൻ മാറി നിൽക്കുക. ചായ സായ കൊണ്ടുപോയി സുട്ട് തന്നെ കുടിച്ചു. കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. പറയാൻ കൊടുക്ക. നമ്മളുടെ ഹോട്ടലിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വന്നവർ പിന്നെയും പിന്നെയും അവിടെ വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആൾക്കാർമാരുടെ മനസ്സറിഞ്ഞ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ രുചി അറിഞ്ഞ് ഓരോന്ന് 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 ഇട്ടുകൊടുക്കണം. അതാണ് പ്രണയം. അതെ, സ്ത്രീ വിഷയത്തില് മുതലാളി ഒരു പൂവൻകോഴിയാണ്. അത് തനിക്ക് എങ്ങനെ അറിയാം? അറിയാത്ത കാര്യങ്ങൾ തലയിട്ടടുത്ത് തന്റെ തല കൊണ്ടുപോ. അന്നു ഈ രുചി അറിഞ്ഞ് പ്രേമം വിളമ്പുന്നത് എങ്ങനെ? താനൊരു പാട്ട് പാടണം. അത് പാട്ട് പാടാനോ? നമ്മളോ? ഏടോ പ്രണയത്തിനും പാട്ടിനും ഭയങ്കര ബന്ധമാണ്. താനൊരു പാട്ട് പാടണം. നമ്മൾക്ക് പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടാൻ നമ്മൾ പഠിപ്പിക്കാൻ കൊടുക്കാമോ? അത് നമ്മൾ പറയുന്നത് പോലെ താൻ പറഞ്ഞാൽ മതി. അത് പാട്ടാണ്. അരെ ഗോപി, ഓ. താൻ ഒരു ഹാർമോണി പിടിച്ച കുറച്ച് ഗിത്താർ, ഇത്തിരി വയൽ, ഒരു 5-6 തബല കൂടെ ഇരുന്നോട്ടെ. എന്തിനാ അവിയലുണ്ടാക്കാറ്? അല്ലടോ കഴുത കുറങ്ങ. അവളെ വളയ്ക്കാനാണ് വളയ്ക്കാൻ. Tugel maglanto bovlelaku kopnagado Avtu ka joyle bage kopnagado എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്. കലാബോധമില്ലാത്ത കഴുത കേറി പോടോ താൻ. അന്നു ഇത് കൊങ്കിണിയല്ലേ, മലയാളമല്ലേ, അവൾക്ക് മനസ്സിലാക്കാൻ കൊടുക്കൂ. അതിന് താൻ ഒരു കാര്യം ചെയ്യും. ഇത് തന്റെ മലയാളത്തിൽ പാടിയാൽ മതി. ഒരു കൽക്ക് കൽക്കടോ നല്ല രസമായിരിക്കും. നമ്മൾ പിന്നാലെ നടന്ന് പാടാൻ കൊടുത്താൽ അവൾ പെണ്ണില്ലേ. പിന്നാലെ നടന്നാൽ പെൺകരുത്, പിന്നാലെ നടന്നാൽ പെൺകരുത് എന്ന് പാടാൻ കൊടുക്കണം. എങ്ങനെ? അത് നമ്മൾ പാടാൻ കൊടുക്കാം. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങൾ എണ്ണി, കടക്കണ്ണാളെ എറിഞ്ഞതിൽ പിണങ്ങൾ എണ്ണി. കൊച്ചു മുതലാളി, എന്തായാലും അവളുടെ കർണക്കുറ്റി നോക്കി തിരിച്ചൊരടി കൊടുക്കാൻ മോശമായി. എടോ കേട്ടിട്ടില്ലേ, നാറി മർദ്ദനം പാപം. അമ്മ നാറിയാണ്, സഹോദരി നാറിയാണ്, ഭാര്യ നാറിയാണ്, കാമുകി നാറിയാണ്. പെണ്ണുങ്ങളെല്ലാം നാറികളാണ്. ഇതെനിക്കറിയില്ലായിരുന്നിട്ടാ പെണ്ണുങ്ങളൊക്കെ നാറികളാണെന്ന്. ആ നാറി അല്ലടോ, നാറി. പിന്നെ നാരികൾ, സ്ത്രീകൾ. എത്രയോ തിരിച്ചടികൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റു വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അടിയും അങ്ങനെ കണ്ടാൽ മതി. തനിക്ക് ശരിക്ക് വേദനിച്ചോ? പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. ഒരു തരം നല്ല സുഖമുള്ള വേദന. വേദനയ്ക്ക് സുഖോ? ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലോ സുഖം. അങ്ങനെ ഒരു വേദനയുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അന്നു ഈ ഒരു അടിയുടെ കുറ്റബോധം അവളെ വേട്ടയാടാൻ തുടങ്ങും. പതുക്കെ പതുക്കെ അതൊരു പ്രണയമായി മാറാൻ കൊടുക്കും. ഇനി പതുക്കെ പതുക്കെ പോകാനൊന്നും നേരമില്ല. നമ്മൾ പറഞ്ഞ കാലാവധി ഇന്ന് തീരും. നമ്മൾക്കൊരു എക്സ്റ്റൻഷൻ ചോദിക്കാൻ കൊടുത്താലോ? ഒരു 15 ദിവസം കൂടി. 15 ദിവസമല്ല, 15 മാസം കൊടുത്താലും ഇത് നടക്കാൻ പോകുന്നില്ല. നാറി വിഷയത്തിൽ താൻ വളരെ വളരെ പുറകിലാണ്. നമ്മൾക്ക് മറക്കാൻ പറ്റണില്ല. എന്നാ പിന്നെ ഒരു മാർഗമുണ്ട്. എന്താണ് മാർഗം? ഇനി ആ മാർഗം പറഞ്ഞ മുതലാളിമാരെന്നെ തടയോ? തടയില്ല, പറയാൻ കൊടുക്കണോ? അമ്മയാണ് സത്യം. തന്റെ അമ്മയാണ് സത്യം. എന്നാ പിന്നെ ഞാൻ അവളെ പോയി ഇങ്ങോട്ട് പൊക്കിയെടുത്തു. പെൺഭൂതം പറഞ്ഞിട്ടാ
മിച്ചു വെങ്കട്പതി ഈ മാരണം എന്താണ് ഇങ്ങോട്ട് പറഞ്ഞത്? വറൂ വറൂ വരാൻ കൊടുക്കണം. ഇരിക്കാൻ കൊടുക്കോ. പാട്ട് പാടി പുറകെ നടന്ന അവള് മൂക്കും കുത്തി വീഴുന്ന് ആരുടെ മണ്ടയിൽ ഉദിച്ച ബുദ്ധിയാ? സേട്ടന്റെ ഓ ഗാനരചനയും സംഗീത സംവിധാനവും ഒക്കെ നിർവഹിക്കാൻ കൊടുത്തത് സേട്ടനാണ്. പാട്ട് കൊള്ളാം, താങ്ക്സ് ഉണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഏറ്റില്ല. നമ്മൾക്ക് ആനന്ദ ഭൈരവിൽ ഒരു പിടിപ്പിച്ചാലോ ദേവ, നല്ല രസമായിരിക്കും. ഇനി എങ്ങും പിടിക്കാനും കൊടുക്കാനും നമ്മളില്ല. അതെ, കുടിക്കാനായിട്ട് ചായ എടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ വട്ടുണ്ടോ? എന്താ പിന്നെ കാപ്പി എടുക്കാം. മാഡം ചൂടായിരിക്കുന്നത് കണ്ടില്ലേ? തണുത്തത് എന്തെങ്കിലും കൊടുക്കണോ? എന്നാ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് അത് തന്റെ തലയിൽ വെച്ചാൽ മതി, ബുദ്ധി വരും. മാഡം പറയാൻ കൊടുക്കും. 30 ദിവസം കൊണ്ട് കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ട് എന്തായി? ഇയാളെ ഇഷ്ടം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വെല്ലുവിളിച്ചു പോയതാണ്. നമ്മൾ തോറ്റു, നിങ്ങൾ ജയിച്ചു, സമ്മതിച്ചു. ഒരു കോംപ്രമൈസ് ആക്കിയിട്ട് അവരെ നമ്മൾക്ക് തരാൻ കൊടുത്തൂടെ? നോ പറയരുത്, അത്രയ്ക്ക് ഇഷ്ടമായി പോയതുകൊണ്ടാണ്. ആർക്ക്? ഇയാൾക്ക് വാസി വൈരാഗ്യം മറന്ന് ഈ കല്യാണം നടത്താൻ കൊടുത്തുകൂടെ? ഇയാൾ ആ കുട്ടിയെ പൊണ്ണു പോലെ നോക്കും. ഇനി സ്വത്ത് പോരെങ്കിൽ നമ്മളുടെ സ്വത്ത് കൂടെ കൊടുക്കാം. ആ കുട്ടി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അത് ഉറപ്പാണ്. രേഖ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടി അല്ല. പെൺകുട്ടിയല്ലേ? അന്നു ഞാനത് എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും? അതെ, കൊങ്ങിണി പറഞ്ഞ ഇവർ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. കൊങ്ങിണി അറിയോ? ഒരെ ഗോപി, ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നമ്മൾക്ക് അറിഞ്ഞിടത്തോളം മതി. ആ കുട്ടി ഏതാ ജാതി എന്നറിയോ? ജാതിയിൽ നമ്മളെക്കാൾ താഴെയാണെങ്കിലും ഹിന്ദു അല്ലേ, അത് മതി. ആ കുട്ടി ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയാണ്. എനിക്കൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ കൂടപ്പുറപ്പായിട്ട്. അവളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ സഹോദരനെ കുറിച്ച് അറിയണം. ഞാനിവിടെ എത്തി. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം സാർ, ഞാനിവിടെ എത്തി. സാറെന്ത് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോണം? നല്ല പാർട്ടിയാ സാറേ. ഞാൻ ഇന്നലെ പറഞ്ഞ ആളെ ഇപ്പൊ ടി വി കാണാം. സാറ് വാ. സാറെന്താണ് ആഗ്രികൾച്ചർ മരം തുടങ്ങി ഇരുമ്പെല്ലാം കൂട്ടിയിട്ട്? എവിടെ സാറാ? ടി വി ഒന്ന് ഓൺ ചെയ്യേ. ചേച്ചി, ചേച്ചി ആ ലക്ഷ്മി ഒന്ന് വിളിച്ചേ. മോളെ ആ ടി വിയിലൊന്ന് നോക്കിയേ. ഇനി ചെറുക്കനെ കണ്ടില്ല എന്നുള്ള പരാതി പറയരുത്. ഇത് മാറ്റി ആ മനോരമ ചാനലൊന്ന് വെച്ചേ. പിന്നെ നേരത്തെ പറയണ്ടേ? ഞാൻ പറഞ്ഞ പയ്യൻ ഇപ്പൊ ടി വിയിൽ വരും. കോളേജിലെ പ്രോഗ്രാമിന്റെ ജഡ്ജാ, ലെക്ചറർ അല്ലേ? ആ നീലപരീക്ഷ. അവന്റെ ശ്രദ്ധ മുഴുവൻ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയിലായിരുന്നു. എങ്ങനെയുണ്ട് പയ്യൻ? ഞാൻ കണ്ടില്ല. സുരേഷ് സാർ കണ്ടില്ലേ? പിന്നെ നന്നായിട്ടുണ്ട്. ആ അതാ. എന്താ കുട്ടിയുടെ പേര്? എങ്ങനെ? ആ ഡാൻസ് ചെയ്ത കുട്ടിയില്ലേ, സൂപ്പർ പെർഫോമൻസാ. എനിക്കൊന്ന് ആലോചിച്ചാലോ? നല്ല മാച്ച് ആയിരിക്കും. ആദ്യം ഈ കുട്ടിയുടെ കാര്യം നടക്കട്ടെ, നാളെ ചെറുക്കം വരും പെണ്ണ് കാണാൻ. വിവാഹം മാളിയപ്പുരയ്ക്കൽ വീടിന്റെ മുറ്റത്ത് വെച്ചാണെന്നും പോലീസ് സന്നാഹവുമായി എത്തണമെന്നാണല്ലോ കമ്മത്ത് പറഞ്ഞത്. എന്നിട്ട് കല്യാണത്തിന്റെ സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. അല്ല കമ്മത്തെ, കല്യാണം ഇവിടെ വെച്ച് തന്നെയല്ലേ? കല്യാണം ഇവിടെ വെച്ച് തന്നെയാണ്, ഒരു 10 മിനിറ്റുള്ളിൽ. നമ്മൾ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ കൊടുത്തത് കല്യാണത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പെർമോഷൻ കൊടുക്കാൻ കൂടി തന്നെയാണ്. കേരള പോലീസിന് മാൻകേടുണ്ടാക്കിയ സുരേഷ് പത്ത് കേസിലെ പ്രതികളാണ് ഇവരെ. നമ്മൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. ശരി ശരി. പക്ഷെ നമ്മൾ കൈമാറി എന്ന് പറയണ്ട, നിങ്ങൾ കൈമാറി എന്ന് പറഞ്ഞാൽ മതി. പെർമോഷൻ കിട്ടും, പക്ഷേ പോരട്ടെ. അങ്ങനെ തന്നെ. ദാ പറഞ്ഞു പോലീസുകാർമാരുടെ പിടികെട്ടാ പുള്ളി വിക്രം ചേത്രി. ഇയാളാണ് പ്രധാന പ്രതി. അയ്യോ, ഇയാൾ ചത്തോ? ചത്തിട്ടില്ല. ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കി, ഞാൻ ചവിട്ടി നടുവോടിച്ചു. ഇനി ജീവിച്ചിട്ട് കാര്യമല്ല, സത്തുപോയി ശവം. താങ്ക് യു കമ്മ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉണ്ട്. കല്യാണം എല്ലാം സെറ്റപ്പും റെഡിയാണ്, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. വരാൻ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കാൻ പോകും. രാജ കളിക്ക് ഇറങ്ങിയാൽ അത് ഒരു കളിയായിരിക്കും. താലിമന്ത്രേ
ആർ പറഞ്ഞു മഹാലക്ഷ്മിയെ നമ്മൾ ഒട്ടക്കാക്കുമെന്ന്? നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീർമാനിച്ചിട്ടുണ്ട്. അറങ്ങോപ്പേ, മുതലാളി ആ താളിയും മാളയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊടുക്കും. ഓ ഓ അന്നു നാ താലി. ഇനി ഒരു ആൾ കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് താലി കെട്ടാൻ കൊടുക്കാം. അയാൾക്ക് വരാൻ പറയും. ആ ഇറങ്ങി വരൂ. മഹാലക്ഷ്മിയുടെ മുടങ്ങിപ്പോയ കല്യാണം നമ്മൾ നടത്താൻ കൊടുക്കുന്നു. ഇയാൾക്ക് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവന്റെ ജീവനാണ്. അതുകൊണ്ടല്ലേ ഇത്രയും നാൾ കല്യാണം കഴിക്കാതിരുന്നത് കള്ളൻ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ആ താലിക്കെട്ട് നടക്കട്ടെ, താലിക്കെട്ട് നടക്കട്ടെ. അന്നു എന്താണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്? താൻ എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? മഹാലക്ഷ്മി. നമ്മൾ മഹാലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് അല്ലേ? അതെ. അങ്ങനെ ചെയ്താൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ആക്കാൻ കുട്ടി. ഇത് വേറെ ക്ലൈമാക്സ് ആണ്. ഈ മലയാളം മണ്ണിൽ പെണ്ണ് പെട്കൊഴി ഒന്നുമില്ലാതെ കുറെ കാലം നമ്മൾ നിൽക്കാൻ പോകുകയാണ്. എല്ലാവർക്കും നല്ല രസമായിരിക്കും അല്ലേ? അസാക്കസ. അസക്കസ്.